എടാ മോനെ. അപ്പോൾ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് മത്സരം കൊണ്ട് എത്തിയിട്ടുണ്ട് ട്ടാ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 6-ാം തീയതി രാത്രി 7 മണിക്കായിരിക്കും മത്സര ചോദ്യങ്ങൾ ലഭിക്കുക. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് സമ്മാനവും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. ടെക്സ് ആൻഡ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്ന പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടായിരിക്കുക. ആകെ 15 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. മത്സരം ഗൂഗിൾ ഫോം വഴിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ID നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും. മത്സരത്തിൻ്റെ ലിങ്ക് കൂട്ടുകാർക്ക് ലഭിക്കുന്നത് ഇപ്രകാരമാണ്. ജൂൺ 6-ാം തീയതി രാത്രി 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന അവസാനത്തെ പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിലായിരിക്കും ലിങ്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ടും മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ജയിക്കുക തോൽക്കുക എന്നതിലല്ല, പങ്കെടുക്കലാണ് മുഖ്യം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹേർട്ട് ഇമോജിയും ഒരു ഫയർ ഇമോജിയും കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറയുന്നത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂട്ടുകാരുടെ ഫോണിൽ യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5-ന്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നെയ്യാർ. കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ലോക ഭൗമദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22-ന്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഉത്തരം കല്ലേൻ പൊക്കുടൻ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്?
ഉത്തരം ഇടുക്കി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം 1986. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം എന്നായിരുന്നു? ഉത്തരം 1966. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തട്ടേക്കാട്. പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം റൈസോബിയം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? ഉത്തരം ഇന്ദുചൂടൻ. ഒരു കുരുവിയുടെ പതനം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം ഡോക്ടർ സാലിം അലിയുടേത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം വരയാട്. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ഉത്തരം ബാണാസുര സാഗർ ഡാം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? ഉത്തരം കരിമ്പ്. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തിരുവനന്തപുരം. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്ന. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സാലിം അലി. നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരത്തെ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? ഉത്തരം മൈന. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം തണ്ണീർത്തടങ്ങൾ.
അപ്പോൾ കൂട്ടുകാരെ കമൻറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള ജീവി ഏതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടെക്സാൻ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.